ഇന്ന് കേരളത്തിലാകമാനം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തെ പറ്റിയിട്ടാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നു, വൈരാഗ്യം കൊണ്ട് നടക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ചകളായിട്ട് വഴിതെറ്റി പോകുന്ന ഒരു യുവ സമൂഹം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മാത്രമല്ല കുറ്റം പറയേണ്ടത്, അതിന് പാരന്റിങ്ങിന് ഒരു വളരെ വലിയ ഘടകമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ജെന്റിൽ പാരന്റിങ് എന്നുള്ളത്. പൊതുവെ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരു വിശ്വാസം, കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സ് ശകലം പോലും വിഷമിക്കാതെ എല്ലാം ചെയ്തു കൊടുക്കുക. ജെന്റിൽ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത് ജെന്റിൽ പാരന്റിങ് ആണ്. അല്ലാതെ എൻ്റെ കുട്ടിക്ക് തൊട്ടപ്പുറത്തുള്ള കുട്ടിയെക്കാളിലും കൂടുതൽ സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുട്ടിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും നല്ല കാര്യങ്ങൾ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജെന്റിൽ പാരന്റിങ് അല്ല. അത് ആക്ച്വലി ഒരു കമ്പാരിസൺ ആണ്. ഈ കമ്പാരിസൺ പലപ്പോഴും കുട്ടികളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കും. ഇത് ആയിരിക്കും പലപ്പോഴും സാമൂഹിക വിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കുട്ടികളുമായി സംസാരിക്കുകയും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി ആ ഇമോഷൻസിനെ ഫുൾഫില്ല് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആ ഇമോഷൻസിലെ തെറ്റും ശരിയും നമ്മളൊരു പോസിറ്റീവ് വൊക്കാബുലറിയിലൂടെ ചെയ്തു കൊടുക്കുന്നതാണ് ജെന്റിൽ പാരന്റിങ്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ചെറിയ തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യാതെ, ഓവറായി ശാസിക്കാതെ, എന്നാൽ കൃത്യമായ ശാസനകൾ നൽകി അതിൻ്റെ കൃത്യമായ വരും വരായികകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തുന്നതും കൂടിയാണ് ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു ഭാഗം നമ്മൾ ജെന്റിൽ പാരന്റിങ്ങിൽ തെറ്റിദ്ധരിച്ച് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഓരോ ജോലികൾ, വീട്ടുജോലി ആയിക്കോട്ടെ, അവൻ്റെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു പാർട്ടാണ്. വീഴ്ചകൾ തിരുത്തി അവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് അത് ഫുൾഫില്ല് ചെയ്യിക്കുക എന്നുള്ളത് ജെന്റിൽ പാരന്റിങ്ങിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പെരുമാറ്റം മാറുന്നതിന് ഒരു പ്രധാന പങ്ക് രക്ഷകർത്താക്കൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ജെന്റിൽ പാരന്റിങ് ശരിയായി മനസ്സിലാക്കാതെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഗുണത്തിനേക്കാളും ദോഷമായി മാറും.